പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നാം ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് ഒരുങ്ങുകയാണ്. ഓരോ ദിവസവും കർത്താവ് നമുക്ക് തരുന്ന സ്വർഗീയ ആലോചന നമ്മെ എത്രത്തോളം സ്വാധീനിക്കുകയും നാം അതിൽ ആകൃഷ്ടരായി എത്രത്തോളം സുരക്ഷിതരാകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തുക. സർവശക്തൻ്റെ തിരുവായ്മൊഴികൾക്ക് നമ്മുടെ മേൽ അമിതമായ അനുഗ്രഹം വരുത്താൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി തയ്യാറാകുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മെ കരുതിയും സൂക്ഷിച്ചും കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചും ഉള്ളം കൈയിൽ വഹിച്ചും ഇന്നുവരെ നമ്മെ താഴാതെ വീഴാതെ നിർത്തിയ മഹാദൈവത്തിന്, വചനം തന്നുറപ്പിക്കുന്ന കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം 25-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്. 25-ാം സങ്കീർത്തനം 15-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, ദൈവം എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ ദൈവത്തിങ്കിലേക്കാകുന്നു, എൻ്റെ ദൈവം എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. വേദപുസ്തകത്തിലെ ചില തത്വങ്ങളുണ്ട്, ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുള്ളതാണ്. പ്രാർത്ഥനകളുണ്ട്, കൽപ്പനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തതാണ് ബൈബിള്. എല്ലാം ദൈവം ഒരു വലിയ ജഡ്ജ്മെൻ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് കൽപ്പിച്ചത് മാത്രമല്ലല്ലോ ബൈബിളിനകത്തുള്ളത്. ബൈബിൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഭക്തന്മാരുടെ അനുഭവങ്ങൾ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് അതിൻ്റെ പോളിസികളാണ്, തത്വങ്ങളാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മീക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രമാണം, അന്തർലീനമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അതൊരു മനുഷ്യൻ്റെ അനുഭവമായി പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, ഉറപ്പാണ്, അത് ശരിയാണ് താനും, സത്യമാണ് താനും. എന്താണ് ആ ഉറപ്പ്? നമ്മുടെ കണ്ണ് അഥവാ നമ്മുടെ നോട്ടം, നമ്മുടെ ശ്രദ്ധ എപ്പോഴും യഹോവങ്കിലേക്കാണെങ്കിൽ, അവിടെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നൊക്കെയുള്ള വാക്കാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഭാവനാത്മകമായിരിക്കുന്ന ചിന്താഗതികൾക്കപ്പുറം, ആകാശമണ്ഡലങ്ങൾക്കപ്പുറം ഇരിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നൊക്കെ പറയുന്നത് ഉയരത്തിലേക്ക് എന്നുള്ള ചിന്തയാണല്ലോ. അപ്പോൾ ഉയരത്തിലിരിക്കുന്ന മഹാദൈവത്തിങ്കിലേക്ക് എപ്പോഴും നോക്കുക, അങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഒരിക്കലും വലയിൽ അകപ്പെടില്ല, വലയ്ക്കകത്ത് നിന്ന് വിടുവിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അമ്മമാരൊക്കെ നമ്മളെ നടക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത്, എടാ നിലത്ത് നോക്കി നടക്ക്, തറയിൽ നോക്കി നടക്ക്, നിൻ്റെ കാലൊടിയും, ഇല്ല കുഴി ചെന്ന് വീഴും, തറയിൽ നോക്കി നടക്ക്, താഴേക്ക് നോക്കി നടക്ക് എന്നതാണ് മാനുഷികമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി. പക്ഷെ ആത്മീകത്തിലേക്ക് വരുമ്പോൾ, ആത്മീക വീക്ഷണത്തിൽ, ആത്മീക അർത്ഥത്തിൽ, ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം താഴേക്ക് നോക്കാതെ എപ്പോഴും ആകാശത്തിലേക്ക് കഴുത്ത് പുറകോട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ലല്ലോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. എപ്പോഴും നമ്മുടെ ഫോക്കസ് അവിടെ, എപ്പോഴും എന്നുള്ള വാക്ക് ശ്രദ്ധേയമാണ് കേട്ടോ. എപ്പോഴും എൻ്റെ ഫോക്കസ്, എൻ്റെ ലക്ഷ്യം, എൻ്റെ ശ്രദ്ധ എൻ്റെ ദൈവത്തിങ്കിലേക്കാണ്. എപ്പോഴും അങ്ങനെ എപ്പോഴും എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ പലയിടത്തും എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എപ്പോഴും നമ്മൾ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുമ്പോൾ, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തെ മുമ്പിൽ കാണുക, എപ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുക. അങ്ങനെ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കി നടക്കുമ്പോൾ നമ്മുടെ കാല് ഒരിക്കലും വലയിൽ അകപ്പെടാതെ വിടുവിക്കും. വലയിൽ അകപ്പെടുക, വല എന്ന് പറയുന്നത് ചതിയാണ്, കെണിയാണ്, തന്ത്രമാണ്, നമ്മളെ ഒതുക്കാനുള്ള എന്തെങ്കിലും മേഖലയാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചിന്ത, നാം നമ്മെ തന്നെ വലയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശ്രദ്ധ കൊണ്ടും
വലയിൽ ചവിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ശ്രദ്ധിച്ച് നടന്നാലും ഇത് തന്ത്രമുള്ള ലോകമാണ്, കെണി വെച്ച ലോകമാണ്. എപ്പോഴെങ്കിലും നമ്മളറിയാതെ നമ്മൾ വലയ്ക്കകത്ത് വീഴാം. പക്ഷെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദൈവിക സംരക്ഷണം, ഒരു ദൈവിക നടത്തിപ്പ്, ഒരു ദൈവിക കൈപിടുത്തം നമുക്കുണ്ടാവും. ദൈവം നമ്മളെ കൈപിടിച്ച് നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ കൈ പിടിക്കുന്നു, ദൈവം നമ്മളെ നടത്തുന്നു. ദൈവം നമ്മുടെ കൈ പിടിച്ച് നടത്താൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും വലയ്ക്കകത്ത്, കുഴിക്കകത്ത്, ചതിക്കകത്ത് വീഴിക്കത്തില്ല. നമ്മുടെ കാലതിലകപ്പെടാതെ വണ്ണം ദൈവം തമ്പുരാൻ നമ്മളെ വഴിമാറ്റി കൊണ്ടുപോയിക്കോളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നാം എന്ത് വിചാരിക്കുന്നു? നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ ജീവിക്കാൻ, നമ്മൾ ഉയർത്തപ്പെടാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ നമ്മൾ അവരെ തന്നെ നോക്കി, അതിൻ്റെ വഴികൾ നോക്കി, കാശുണ്ടാക്കണ്ടേ, പണം ഉണ്ടാക്കണ്ടേ, വീട് വേണ്ടേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണ്ടേ, മാന്യമായി ജീവിക്കണ്ടേ എന്നോർത്തുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കാതെ, ദൈവത്തിങ്കിലേക്ക് നോക്കാതെ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എപ്പോഴും നാം തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ, സാധാരണ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കാറുള്ളത്, സർവശക്തങ്കിലേക്ക് നോക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കാതെയും നമുക്ക് ഇതോടെ കഴിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ട സമയം കൂടെ ഭൗതികതയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീട്ടുകാര്യത്തിന് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി നമ്മൾ മാറ്റുമ്പോൾ ലാസ്റ്റ് എവിടെയെങ്കിലും വലയ്ക്കകത്ത് നമ്മൾ അകപ്പെട്ട് പിടയ്ക്കേണ്ട വരും. ഞാനത് തെളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വേദനിക്കും, നൊമ്പരപ്പെടും. അതുകൊണ്ട് ഞാൻ അത്രയും തെളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സൺഡേ സ്കൂളിൽ പോലും വിടാതെ, സഭായോഗങ്ങളിൽ പോലും വിടാതെ, ട്യൂഷനും മറ്റിതര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മൊത്തത്തിൽ ഭൂമിയിലേക്ക് മാത്രം നോക്കി ദൈവത്തെങ്കിലേക്ക് നോക്കാൻ നേരമില്ലാതെ വളർത്തിക്കൊണ്ട് വന്ന പലതും കുറേ കഴിഞ്ഞപ്പോൾ വലയ്ക്കകത്തകപ്പെട്ട ചരിത്രം എത്രയോ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കി എപ്പോഴും പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം, പോകേണ്ട സമയത്ത് പോകണതൊക്കെ. പക്ഷെ ദൈവത്തിങ്കിൽ നിന്ന് കണ്ണു മാറ്റരുത്. ആ വാചകം ഞാൻ എപ്പോഴും എന്നുള്ള വാചകം, എൻ്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അത് നമ്മുടെ തീരുമാനമാണ്. ആരെങ്കിലും പുറകിൽ നിന്നുകൊണ്ട് പറയുകയല്ല, നമ്മുടെ തീരുമാനമാണ്. എപ്പോഴും ഞാൻ ദൈവത്തെ, ആത്മീകതയെ മുമ്പിൽ കണ്ട് മുന്നോട്ട് പോകുമെന്ന് മനസ്സ് വെച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തീരുമാനത്തോടെ പോയാൽ കാല് അഥവാ യാത്ര അഥവാ നമ്മുടെ മുന്നേറ്റങ്ങൾ ഒരിക്കലും വലയ്ക്കകത്തകപ്പെടുകയല്ല. ദൈവത്തിങ്കിലേക്ക് നോക്കാതെ ലക്ഷക്കണക്കിന്, ഞാൻ പറയുമ്പോൾ പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്നുള്ളതല്ല അർത്ഥം. അതൊക്കെ നമ്മൾ ജനിച്ച സാഹചര്യത്തിൻ്റെയും നാടിൻ്റെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന റൊട്ടേൺ പ്രോഗ്രാമാണ്. എന്നാൽ ആത്മീകം ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉറച്ച് തീരുമാനിച്ച മനഃപൂർവ്വമായിരിക്കുന്ന ചില ആത്മീക സത്യങ്ങളാണ്. അതിന് നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ നമ്മളെ കരുതുമെന്നത് ഞാനീ പറഞ്ഞു വരുന്നത്. അതല്ല നമ്മെ തന്നെ നാം സൂക്ഷിക്കാൻ നോക്കുമ്പോൾ, അപ്പോൾ ചോദിച്ചേക്കാം, പിന്നെ ഇതെല്ലാം വകതിരിച്ച് മനസ്സിലാക്കേണ്ട, ബാലൻസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. വേദപുസ്തകത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ നോക്കിയാൽ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. ദൈവം നമ്മളെ കരുതണം, സൂക്ഷിക്കണം, നാം നമ്മെ തന്നെ കരുതണം. ദൈവത്തെങ്കിലേക്ക് നോക്കണം, നോക്കാതിരിക്കരുത്. ദൈവത്തെങ്കിലേക്ക് നോക്കി മുന്നോട്ട് പോകണം. അങ്ങനെയല്ല. അതിൻ്റെ സമയം കൂടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ വലയിലകപ്പെടുന്ന എങ്ങനെയാണെന്നറിയാം. എത്രയോ പേര് ഈ പണമെല്ലാം കൂടി കൊണ്ടുവന്ന് റിട്ടയർഡ് ആവുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പലിശ എടുത്ത് ജീവിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി കൊണ്ടുവന്ന് ഈ പണം ഇടും, വലയിലകപ്പെടും. ഉള്ളതും പോയി, നിന്നതും പോയി, ഒന്നുമില്ലാതെയായി. ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുക. ദൈവം പറയും, നിൻ്റെ കയ്യിലെ പണം ഇപ്പം കാണുന്ന ആവേശത്തിന് 2 രൂപ കൂടുതൽ പലിശ കിട്ടുമെന്നും പറഞ്ഞ് വല്ലയിടത്തും കൊണ്ട് കളയരുത്. കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിക്കണമല്ലോ. അത് എവിടെ വേണമെന്നൊക്കെ സ്വർഗം നിശ്ചയിച്ചോളും. ദൈവത്തിങ്കിലേക്ക് മാത്രം നമ്മൾ നോക്കുക. പരീക്ഷ എഴുതുമ്പോഴും പഠിക്കുമ്പോഴും അത് മാത്രമാകാതെ ദൈവത്തിങ്കിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് പുസ്തകം പഠിക്കാൻ പറ്റുമോ? പറ്റും. ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റും.
ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ടൊരു 5 വർഷത്തെ കോഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റുമോ? പറ്റും. ഇത് ഞാൻ പറയുന്ന ആത്മീകമാണ്. ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുക. ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ആയുസ്സിൽ എപ്പോഴെങ്കിലും വലയിലകപ്പെടും. അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചോളും. ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം. വലയിലകപ്പെടാതിരിക്കും. ആരെങ്കിലും ചതിയിലും വലയിലും കുരുക്കിലും അകപ്പെട്ട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത നിലവാരത്തിൽ കഷ്ടത്തിലായിരിക്കുന്നെങ്കിൽ ഈ വാക്ക് കേട്ടുന്നൊരു ആത്മസമർപ്പണത്തോടെ അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറയണം, ഞാനിനി അങ്ങയിലേക്ക് മാത്രം നോക്കിക്കോളാം. പോയതൊക്കെ പോയി, ഇനി വലയിലകപ്പെടാതെ എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. കർത്താവ് കനിവുള്ളവനാ. ബാക്കിയുള്ള കാലം ദൈവം സൂക്ഷിച്ചോളൂ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. വലയിൽ അകപ്പെട്ടൊരു ജീവിതം എത്ര കഷ്ടമാണ് കർത്താവേ. ബൈബിളിൽ ഞങ്ങൾ പഠിപ്പിച്ചു, ഞങ്ങൾ സൂക്ഷിച്ച് വലയിലകപ്പെടാതെ കാല് മാറ്റിച്ചവിട്ടി നടക്കണമെന്നല്ലല്ലോ. ഞങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ ഞങ്ങളുടെ കാലുകൾ വലയിലകപ്പെടാതെ അങ്ങ് വിടുവിച്ചോളുമെന്നാണല്ലോ വാക്യം. ദൈവം അത് ചെയ്യണേ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ദൂതെല്ലാവർക്കും പിടികിട്ടണേ, ഗ്രഹിക്കാൻ പറ്റണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.